നമസ്കാരം. DDOമാരുടെ ശ്രദ്ധയ്ക്ക് GIS തുക പരിശോധിച്ചതിന് ശേഷം മാത്രമേ സെപ്റ്റംബർ മാസത്തെ ശമ്പളം സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യാവൂ. ജീവനക്കാരുടെ GIS വരിസംഖ്യ തുക ജീവനക്കാരുടെ ശമ്പള സ്കെയിലിന് അനുസരിച്ചുള്ള തുകയേക്കാൾ കുറവാണ് എങ്കിൽ സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തിൽ തുക ഉയർത്തേണ്ടതാണ്. ഇല്ല എങ്കിൽ ട്രഷറികൾ ശമ്പള ബില്ലുകൾ പാസ്സാക്കില്ല. ഉയർത്തുമ്പോൾ സബ്സ്ക്രിപ്ഷനായി വരുന്ന തുക 100ന്റെ ഗുണിതമായിരിക്കണം. ജീവനക്കാരുടെ സമ്മതപ്രകാരം സ്കെയിലോപ്പയിൽ നിശ്ചയിച്ചിരിക്കുന്ന പരമാവധി തുക ഈ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ മാറ്റാവുന്നതാണ്. സർക്കാർ ഉത്തരവ് നമ്പർ 249/2010 തീയതി 21/4/2010 പ്രകാരം അധിക വർധന എല്ലാ വർഷവും സെപ്റ്റംബർ മാസമായിരിക്കണം. ഉദാഹരണത്തിന് 77,200 1,40,500 എന്ന സ്കെയിലിന് മുകളിലാണ് എങ്കിൽ ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടും. ആ ഗ്രൂപ്പ് എയിൽ പെടുന്ന 85,000 1,43,600 എന്നുള്ള സ്കെയിലിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെ സംബന്ധിച്ച് ജീവനക്കാരൻ്റെ മിനിമം സബ്സ്ക്രിപ്ഷൻ 1,500 ആയിരിക്കണം. വേണമെങ്കിൽ 1,500 മുതൽ 100ന്റെ ഗുണിതങ്ങളായി വരുന്ന 1,600, 1,700, 1,800, 1,900, പരമാവധി 2,000 രൂപ വരെ സെപ്റ്റംബർ മാസത്തിൽ ഉയർത്താവുന്നതാണ്. ശമ്പള സ്കെയിലും GIS പ്രതിമാസ വരിസംഖ്യ നിരക്കും. സ്കെയിലോപ്പ് 77,200 1,40,500 മുകളിലോട്ടാണ് എങ്കിൽ ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടും. കുറഞ്ഞ നിരക്ക് 1,500, പരമാവധി 2,000. സ്കെയിലോപ്പ് 50,200 1,05,300 മുകളിലോട്ടാണ് എങ്കിൽ GIS മിനിമം സബ്സ്ക്രിപ്ഷൻ 1,000, മാക്സിമം 2,000 ആയിരിക്കുന്നതാണ്. സ്കെയിലോപ്പ് 23,700 52,600 എന്നുള്ള സ്കെയിലോപ്പ് തൊട്ട് മുകളിലോട്ടാണ് എങ്കിൽ C ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. മിനിമം തുക 800, മാക്സിമം 1,600. സ്കെയിലോപ്പ് 23,000 50,200 എന്നുള്ള സ്കെയിലോപ്പ് ആണെങ്കിൽ D ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഈ കൂട്ടറുടെ മിനിമം തുക 400, മാക്സിമം 800. ചുരുക്കത്തിൽ സെപ്റ്റംബറിലെ ശമ്പളം സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് GIS സബ്സ്ക്രിപ്ഷൻ ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണോ എന്ന് DDOമാർ പരിശോധിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം ബന്ധപ്പെട്ട ട്രഷറികൾ ബില്ല് പാസ്സാക്കുന്നതല്ല. താങ്ക് യു.